ഹായ് ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ അമ്മ മന്തി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ മന്തിയിലുള്ള പണിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ മന്തിയിലേക്ക് വേണ്ടത് മാഗി ക്യൂബാണ്. ചിക്കൻ മന്തിയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മന്തി മസാല ഒക്കെ ഇട്ടിട്ട് മസാല പുരട്ടി വെക്കണ്ടേ. അപ്പം ഉമ്മ ചിക്കൻ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് എന്നിട്ട് നല്ലോണം മസാല പുരട്ടി വെച്ചു. അതിലേക്ക് ഒരു സവാള മുറിച്ചത് ചെറിയ പീസാക്കിയിട്ട് മുറിച്ചിട്ട് അതും ഇട്ടിട്ടുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പിട്ടാൽ മതി. മാഗി ക്യൂബിൽ ഉപ്പുള്ള കാരണം കൊണ്ട് പാകത്തിന് ഉപ്പിട്ടാൽ മതി. പിന്നെ കുറച്ച് എരിവ് കുറവുണ്ടെങ്കിൽ കുരുമുളക് പൊടി ഇടാം. പിന്നെ കുറച്ച് മല്ലിയില ഇട്ടിട്ടാം. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കണ്ടാൽ പോരാ, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എന്നാലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. നല്ലോണം മസാല പുരട്ടി വെക്കണം കേട്ടോ. ഏകദേശം ഒരു 2 മണിക്കൂറോളം വെക്കണം. അതിന് കൂടുതൽ വയ്ക്കാം, എന്നാലും അത്രയെങ്കിലും വെക്കണം. എന്നിട്ട് അത് നല്ലോണം ഫ്രൈ ചെയ്യുക. ചെറിയൊരു ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം പൊരിച്ചാൽ നല്ല മൂടി വെച്ചിട്ട് നല്ലോണം ഇതാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ അതിനാവശ്യമായിട്ട് അരി എടുത്ത് വലിയ അരിയും ഉപയോഗിക്കുള്ളൂ മന്തിക്ക്. അതൊക്കെ നിങ്ങൾക്ക് അറിയണതല്ലേ. ഞങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഉമ്മ എന്താ പറയുക, മന്തിക്ക് വറ്റിക്കുകയല്ലേ ചെയ്യുക. ചോറ് ഇങ്ങനെ തിളപ്പിച്ചിട്ട് വറ്റിക്കുക. എല്ലാവരും അങ്ങനെയല്ലേ ചെയ്യുക. ഇതങ്ങനെയല്ലേ ചെയ്യുക. നമ്മൾ സാധാ ബിരിയാണി വെക്കണ പോലെ തന്നെ ഊറ്റിയെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ പശ കുറവാകും എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ കുറച്ച് മസാല ഇട്ട് അതിൽ നമ്മൾ ഒരുവിധമായി എന്ന് കണ്ടപ്പോൾ മസാല കുറച്ചിട്ടിട്ട് അതിൻ്റെ മേലെ ചോറ് തിളപ്പിച്ച് ഊറ്റി അങ്ങനെ എടുത്തിട്ടാ. അപ്പോൾ അതിൽ വെള്ളത്തിൽ ചെറുനാരങ്ങ, പിന്നെ പട്ട, പിന്നെ മന്തി മസാല, പട്ടയല്ല മല്ലി, പിന്നെ മന്തി മസാല, ഉപ്പ്, ചെറുനാരങ്ങ നീര്, അങ്ങനത്തെ ഒക്കെ ഇട്ടേക്കണം കേട്ടോ. എന്നിട്ട് അതിങ്ങനെ നല്ലോണം തിളപ്പിച്ച് ഊറ്റിയെടുക്കണേ. എന്നിട്ട് അത് സാധാരണ പോലെ കുറച്ച് ആയി കഴിഞ്ഞാൽ കുറച്ച് അതിൽ റൈസ് ഇട്ടിട്ട് അതിൻ്റെ മേലെ മസാല ഇടുക. എന്നിട്ട് അത് കുറച്ചിട്ടതിൻ്റെ ശേഷം പിന്നെയും ആ മസാല തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതേപോലെ കേട്ടോ. എന്നിട്ട് അതിന് മസാല കൂടുതൽ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. പിന്നെ അതിൽ ക്യാപ്സിക്കം, മല്ലിയില അങ്ങനത്തെ കുറച്ച് കൂടുതലിടാം. വേണ്ടവർക്ക് മസാല കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഓണിയനും കൂടി കട്ട് ചെയ്തിടാം കേട്ടോ. നമ്മൾ മസാല പുരട്ടിയതിൽ ഇതിപ്പോൾ കുറച്ച് അരിയിലേക്കല്ലേ ഉള്ളൂ. അരി കൂടുന്നതിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂടണേ. അപ്പം അങ്ങനെ അതൊക്കെ ശരിയായി. അതിന് ശേഷം പച്ചമുളക് കുത്തിയേക്കും. അങ്ങനെ പച്ചമുളകൊക്കെ കൂട്ടി വെച്ച് പുകയിപ്പിക്കണ്ടേ. നമ്മൾ പുകയിപ്പിച്ച് പുറത്ത് ചാടിക്കണമല്ല, മന്തിക്ക് പൊക്കണം. അപ്പോൾ കണലെടുത്തിട്ടാണ്. എന്നിട്ട് അതിൽ സ്മോക്ക് കൊടുക്കണം. അപ്പോൾ അതിൽ കണലെടുത്തിട്ട് എന്നിട്ട് അതിൽ ഓയിൽ ഒഴിച്ച് കൊടുത്ത് അപ്പോൾ ഒക്കെ പോണാട്ടി മുന്നേ അത് മൂടുകയും ചെയ്യണേ. എന്നിട്ടൊരു 10 മിനിറ്റ് ചെറിയ ചൂടിൽ വെക്കുക. അപ്പോൾ മന്തി റൈസ് റെഡിയായി കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു ടച്ചിങ്സൊക്കെ വേണ്ടേ. അപ്പോൾ ഒരു മുട്ട പൊഴിച്ച് മയോണൈസൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ചൂടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു റിയാക്ഷനാണ് ഈ കാണിക്കുന്നത് കേട്ടോ. അത് നിങ്ങൾ കാര്യമാക്കണ്ട. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിച്ചി കിട്ടാത്തതിൻ്റെ ഒരു ഇതാണ് നല്ല മസാല അതിൻ്റെ അമർത്തിയപ്പോൾ അങ്ങനെ മസാല ശരിയായിട്ട് ഇങ്ങനെ പോകുന്നു, നല്ല കുടഞ്ഞിട്ട്. അതിൻ്റെ ഒരു എക്സ്പ്രഷൻ കാണിക്കണം, നിങ്ങൾ കാര്യമാക്കണ്ട. പിന്നെ വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ കടപ്പുറം പോകാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്ന് പോവാണ്. ഞങ്ങൾ കടപ്പുറത്തിൻ്റെ ഒരു സൈഡൊക്കെ എത്തി.
പിന്നെ ഞങ്ങൾ കുട്ടികളുടെ കളി അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് പല കളികളാണ്. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ നടന്നു. എന്നിട്ട് അത് കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് നേരമായപ്പോൾ അവിടെ കളിക്കണതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് മേടിച്ച് അതൊക്കെ കളിച്ച്, കപ്പലണ്ടി മേടിക്കുക, ഐസ്ക്രീം മേടിക്കുക, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. കുറച്ചിങ്ങനെ നടന്നു പോകണതൊക്കെ ഞാൻ എടുത്തു. വീഡിയോ ആക്കണം എന്ന് വിചാരിച്ചെടുത്തതല്ല, എന്നാലും അങ്ങനെ എടുത്തതൊന്നുള്ളൂ. അപ്പോൾ ആ അസ്തമയം കാണാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ്. അപ്പോൾ അത് നല്ല രസമല്ലേ കാണാൻ? എത്ര പേർക്ക് ഇഷ്ടമാണ് അസ്തമയം കാണാൻ? അതിലൊരാൾ ഞാൻ തന്നെയാണ് കേട്ടോ. നല്ല രസമല്ലേ കാണാൻ? ഇങ്ങനെ കുറേ നേരമായപ്പോൾ അവൾ മോളങ്ങനെ കുറേ വീഡിയോസ് ഇങ്ങനെ എടുപ്പിച്ചിട്ട് എന്നെ കൊണ്ട് ഇങ്ങനെ അങ്ങനെ ഓരോ പരിപാടികളൊക്കെ എന്നെ കാണിച്ചിട്ട് ഓരോ ഫോട്ടോസ് എടുത്തരാൻ പറഞ്ഞിട്ട് ഓരോ ആക്ഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ കാണിക്കുന്നത്. അങ്ങനെ നീക്കിയിട്ട് അത് കയ്യിൽ വെക്കുന്നിട്ട് കടിക്കാൻ നോക്കുക, അങ്ങനത്തെ കുറച്ച് വികൃതികളൊക്കെ കാണിച്ച്. പിന്നെ ഇങ്ങനെ കരയിൽ നിന്നപ്പോൾ പറഞ്ഞ് കുറച്ച് നേരം നമുക്ക് വെള്ളം തൊട്ടിട്ട് വരാം, കാല് കഴുകിയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ കടലിലേക്ക് കുറച്ച് നേരം ഇറങ്ങി നിൽക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ 3 കൂടിയിട്ട് അങ്ങനെ പോയി. മോനിക്ക് ഭയങ്കര പേടിയാട്ടാ. അപ്പോൾ അവന് കുറച്ച് നേരമൊക്കെ പറഞ്ഞ് ഞാൻ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കൈ ഇതാക്കി. പക്ഷേ വെള്ളത്തിൽ തൊട്ടപ്പോൾ അവനക്ക് ഇഷ്ടമായി. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എടുത്ത്. അപ്പോൾ തിര വരുന്ന കണ്ടപ്പോൾ ഞാൻ ഇവിടുന്ന് മാറി നിന്നിട്ട് ഞാൻ കാലൊന്ന് മുക്കി കൊടുത്തിട്ടാണ്ട്. അപ്പോൾ അവനക്ക് നല്ല ഇഷ്ടമായി. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് കയറുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് നേരമൊക്കെ നിന്ന് അസ്തമയമൊക്കെ ആയി എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് സ്കൂട്ടാവാൻ തീരുമാനിച്ചു. പിന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും കുഴപ്പമില്ലാത്ത തിരക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സുഡിയോ പോയ അങ്കാണ് കാണുന്നത്. ഞങ്ങൾ വെറുതെ ഒരു 2-3 ടീഷർട്ടൊക്കെ എടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ കയറിയതാണ്. അപ്പോൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ കുറേ ടീഷർട്ട് ഉണ്ട്, പക്ഷേ ചിലത് ഇഷ്ടമായുള്ളൂ. പിന്നെ ഷർട്ടുകളുണ്ട്, അത് വേറെ സൈഡിൽ, ഇത് വേറെ സൈഡിൽ, അങ്ങനെ. പിന്നെ വേറൊരു കടയിൽ കയറി ഷർട്ട് എടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ അതൊരു ഇഷ്ടമായി, എന്തോ എനിക്കിഷ്ടമായില്ല. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഒരു ഷർട്ട് സെലക്ട് ചെയ്തു. കുറേ കളറുണ്ടായിരുന്നു കേട്ടോ, പക്ഷേ എനിക്ക് എടുക്കണം എന്ന് വിചാരിച്ചിട്ടുള്ളൊരു കളറ് കണ്ടില്ല. അപ്പം ഇങ്ങനെ കുറേ കളർ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ പക്ഷേ എന്തോ ഇഷ്ടം തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഒന്നെടുത്തിട്ട് പോകും. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് ചായയിൽ കുറച്ച് കടി മേടിച്ചു എന്ന് വെച്ചാൽ സ്നാക്സ്. മടവക കോഴിമുട്ട പൊരിച്ചതുണ്ടായിരുന്നു. അപ്പോൾ ബൈ, സീ യു.